അലയൻസ് ഗ്രൂപ്പ് ബെസ്റ്റ് സിറ്റിസൺ ജേർണലിസ്റ്റ്. സ്റ്റോറി റൗണ്ടിൽ അടുത്ത കണ്ടസ്റ്റന്റ് ഹരീഷ്. ഹരീഷ്, സ്റ്റോറിയെ കുറിച്ച് പറയാം. എൻ്റെ സ്റ്റോറി നമ്മൾ കുറേ വർഷക്കാലമായിട്ട് കാണുന്ന ഒരു പദ്ധതിയാണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ. അതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് തുറന്നു കാണിക്കാൻ ശ്രമിക്കുകയാണ്. വയനാട് തൃക്കൈപ്പറ്റ സ്വദേശി തോമസിന്റെ മകൾ ഐശ്വര്യ ഇന്ന് ശരീരം തളർന്ന അവസ്ഥയിലാണ്. 2001 ജനുവരി മാസം സർക്കാർ നൽകിയ പോളിയോ തുള്ളിമരുന്ന് കഴിക്കുന്നതുവരെ ഐശ്വര്യ ആരോഗ്യവതിയായിരുന്നു. തുള്ളിമരുന്ന് നൽകി 1 മാസത്തിനുള്ളിൽ ഐശ്വര്യയുടെ ദേഹം മുഴുവൻ തളരുകയായിരുന്നുവെന്നാണ് അച്ഛൻ തോമസ് പറയുന്നത്. അംഗൻവാടിയുടെ അടുത്ത് നിന്ന് കൊച്ചു നടത്തി കൊണ്ടുപോയിട്ടാണ് ഞാൻ പോളിയോ കൊടുത്തത്. തുള്ളിമരുന്ന് കൊടുക്കുമ്പോൾ ഇവള് തട്ടിക്കളഞ്ഞു. തെറിപ്പിച്ച കുപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് കൊച്ചിന്റെ കവിളിൽ ഇങ്ങനെ പിടിച്ചിട്ട് അത് ഞെക്കിയങ്ങ് ഒഴിച്ചു കൊടുത്തു. ഒരു 1/4 കുപ്പിയോളം ഈ മരുന്ന് അകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് എത്ര അധികമായി അകത്ത് പോയാലും ഒരു കുഴപ്പവും ഇല്ല എന്ന് ഞങ്ങളെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്തു. 30 ദിവസമായപ്പോഴത്തേനും കൊച്ചിന്റെ ശരീരം മൊത്തം തളരാനായിട്ടുള്ള പ്രവണത കാണപ്പെട്ടു. ക്ഷീണം അനുഭവപ്പെട്ടു, പനി ബാധിച്ചു, അരക്കെട്ട് തളരാൻ തുടങ്ങി, കഴുത്തും തളരാൻ തുടങ്ങി, പിന്നെ കൈകാലുകൾ ശോഷിച്ചു തുടങ്ങി. അങ്ങനെ മൊത്തം വളർച്ച നിന്നുപോയി കൊച്ചിന്. അങ്ങനെ മൊത്തം സംസാരശേഷിയും നഷ്ടപ്പെട്ടു. ഐശ്വര്യയുടേത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. പോളിയോ തുള്ളിമരുന്ന് കഴിച്ച ഉടൻ തന്നെ ശരീരം തളർന്ന നിരവധി കേസുകൾ മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യം അന്വേഷിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉള്ളതിനാൽ അമേരിക്കയിൽ പോളിയോ തുള്ളിമരുന്ന് നിരോധിക്കാനുള്ള ചർച്ചകൾ നടക്കവെയാണ് 1995 ഡിസംബറിൽ ഇന്ത്യയിൽ പൾസ് പോളിയോ തീവ്രയജ്ഞ പരിപാടി ആരംഭിച്ചത്. 3 തുള്ളി കൊണ്ട് സമ്പൂർണ്ണ പോളിയോ മുക്തി എന്നായിരുന്നു ആദ്യ പരസ്യം. ആദ്യം 96-ലും പിന്നീട് 2005-ലും അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിലും പല തുള്ളിയായി പൾസ് പോളിയോ നീണ്ട 12 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഇതിനിടയിൽ പോളിയോ മരുന്ന് വിതരണത്തെ ചോദ്യം ചെയ്ത് പലരും രംഗത്തു വന്നു. പോളിയോ മരുന്നിന്റെ ശാസ്ത്രീയത ഡോക്ടർമാരുടെ സംഘടനയടക്കം പലരും ചോദ്യം ചെയ്തതോടെ സർക്കാർ വൻതോതിൽ പരസ്യം നൽകാൻ തുടങ്ങി. പച്ചക്കള്ളമായിരുന്നു പരസ്യവാചകങ്ങളിൽ പലതും. ഇന്ന് പൾസ് പോളിയോ വിതരണ ദിവസമാണെങ്കിൽ ഇന്നലെ പോളിയോ തുള്ളിമരുന്ന് നൽകിയ കുട്ടിക്ക് പോലും വീണ്ടും മരുന്ന് നൽകണമെന്നാണ് പരസ്യം. എന്നാൽ 2 ഡോസുകൾ തമ്മിൽ കുറഞ്ഞത് 30 ദിവസത്തെ അകലം വേണമെന്ന് ഗ്ലാക്സോസ്മിത്ക്ലൈൻ എന്ന മരുന്ന് നിർമ്മാതാക്കൾ മരുന്നിനൊപ്പം നൽകുന്ന കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. വയറിളക്കം, ഛർദി തുടങ്ങിയ രോഗമുണ്ടെങ്കിൽ കുട്ടിക്ക് മരുന്ന് നൽകരുതെന്നും വാക്സിൻ നിർമ്മാതാക്കൾ വ്യക്തമാക്കുന്നു. എന്നാൽ രോഗമുള്ള കുട്ടികൾക്കും മരുന്ന് നൽകണമെന്നും പാർശ്വഫലങ്ങൾ ഉണ്ടാകില്ലെന്നുമാണ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കുന്ന രേഖകൾ പറയുന്നത്. മരുന്ന് കമ്പനികൾ എന്ത് പറഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ സയന്റിഫിക് ആയിട്ട് വളരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ് പോളിയോ തുള്ളിമരുന്ന് വീണ്ടും വീണ്ടും കൊടുക്കുന്നതുകൊണ്ട് ഒരു ദോഷം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം. ഇത് വിശ്വസിച്ചാണ് പിഞ്ചോമനകളെയും കൊണ്ട് സാധാരണക്കാർ പോളിയോ നൽകാൻ എത്തുന്നത്. പോളിയോ തുള്ളിമരുന്നിൽ അടങ്ങിയിരിക്കുന്നത് ജീവനുള്ള പോളിയോ അണുക്കളാണ്. ഇതുമൂലം മരുന്നിൽ നിന്ന് തന്നെ പോളിയോ രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് ശരിവെക്കുന്നതാണ് കണക്കുകളും. ഇന്ത്യയിൽ 1996-ൽ 1000-ഓളം തളർച്ചാ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇത് മുഴുവൻ പോളിയോയാണ് എന്ന വെറും ഊഹത്തിലാണ് മരുന്ന് വിതരണം ആരംഭിച്ചത്. എന്നാൽ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 2007-ൽ ഇന്ത്യയിൽ മാത്രം 40,000-ലധികം തളർച്ചാ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പോളിയോ വിതരണം ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്നതിന്റെ 40 ഇരട്ടി. ഇന്ത്യയിൽ മാത്രമല്ല, പോളിയോ നിർമ്മാർജ്ജന തീവ്രയജ്ഞം നടക്കുന്ന രാജ്യങ്ങളിലെല്ലാം ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് തളർച്ചാ രോഗികളുടെ എണ്ണം കൂടുന്നത്. എന്നാൽ അധിക ഡോസ് വാക്സിൻ നൽകാത്ത ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ വർധനയില്ല എന്നതും ശ്രദ്ധേയമാണ്. തുള്ളിമരുന്ന് വിതരണം നിർത്തിയ ശേഷം അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്ത മുഴുവൻ തളർച്ചാ രോഗങ്ങളും പോളിയോ മരുന്നിൽ നിന്നുണ്ടായതാണെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. എന്നാൽ സർവൈലൻസ് കൂടുന്നതിനാലാണ് ഇതെന്നും പോളിയോയുമായി ഇതിന് ബന്ധമില്ലെന്നുമാണ് അധികൃതരുടെ മറുപടി. ഇത് എന്തുകൊണ്ട് കൂടിയെന്ന് പറയുന്നത് ഇതിന്റെ ആക്റ്റീവ് സർവൈലൻസ് തുടങ്ങിയത് കൊണ്ടാണ്. കാരണം നമ്മൾ ഒരു രോഗത്തിന് വേണ്ടി കൂടുതലായിട്ട് പരിശ്രമിച്ച് പരിശോധന നടത്തുമ്പോൾ അല്ലെങ്കിൽ ആ കേസിനെ കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ എണ്ണം കൂടുതലായിട്ട് കാണാം. അതിനകത്ത് ഈ വാക്സിൻ അസോസിയേറ്റഡ് പോളിയോ, പെനൽറ്റി പോളിയോ ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ഇവൻ ഇഫ് ഇറ്റ് ഹാപ്പൻസ്, ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് രക്ഷിക്കാനുള്ള ഒരു വാക്സിൻ ഒരാൾക്ക് ഒരു പാരാലിസിസ് വരും എന്നുള്ള പേടിയിൽ നമ്മൾ നിർത്തണം. നിർത്താൻ പറ്റില്ല. പോളിയോ തുള്ളിമരുന്നിൽ നിന്നും തന്നെ പോളിയോ രോഗമുണ്ടാവുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് അമേരിക്കൻ ആരോഗ്യവകുപ്പായ CDC ആണ് അമേരിക്കയിൽ മരുന്ന് വിതരണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത്. അവർ പുറത്തിറക്കിയ ലഘുലേഖയിൽ പോളിയോ തുള്ളിമരുന്ന് നൽകരുതെന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. എന്നാൽ ഇന്നും അതേ CDC ആണ് ഇന്ത്യയിലെ പോളിയോ മരുന്ന് വിതരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. സർക്കാർ പരസ്യത്തിൽ പോലും CDC പ്രത്യക്ഷപ്പെടുന്നു.
അമേരിക്കയിൽ മരുന്ന് വിതരണം നിർത്തിയ 1999 ഇന്ത്യയിൽ 4 ഡോസാണ് അധികം വിതരണം ചെയ്തത്. പോളിയോ നിർമ്മാർജ്ജനത്തിനായി 1200 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം സർക്കാർ ചെലവിട്ടത്. പൊതുമേഖലാ മരുന്ന് കമ്പനികൾ കൂടി പൂട്ടുന്നതോടെ പൾസ് പോളിയോ മാമാങ്കത്തിന് പിന്നിൽ സർക്കാരും അന്താരാഷ്ട്ര മരുന്ന് കമ്പനികളും തമ്മിലുള്ള മരുന്ന് കച്ചവടമാണെന്ന സംശയം ന്യായമാവുന്നു. ഇതൊന്നും